ഷെയ്ഖുനായെ കുറ്റം പറഞ്ഞവരുണ്ട്. പിന്നീട് അവർക്കൊക്കെ അത് തിരുത്തേണ്ടി വന്നല്ലോ. അങ്ങനെ നിങ്ങൾ നോക്കിക്കോളൂ, ഓരോ നാട്ടിലും ഇന്ന് വരെ കഴിഞ്ഞിട്ടുള്ള മശായിഖന്മാരുടെ ചരിത്രം നോക്കിക്കോളൂ. ഓരോ നാട്ടിലും ആ നാട്ടിലുള്ള മശായിഖന്മാർ അവരുടെ നാട്ടുകാരിൽ നിന്ന് അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഒരു വാക്കിങ്ങനെയാണ്: ഇവനെ ഞങ്ങൾക്കറിയാമല്ലോ, ഇവൻ ഞങ്ങളുടെ നാട്ടുകാരനല്ലേ, ഇവൻ അവിടെയുള്ള ആളല്ലേ, ഇവൻ ഇവിടെ പഠിച്ചിട്ടില്ലല്ലോ, അവൻ പഠിക്കാത്ത ആളല്ലേ, അവൻ കോളേജിൽ പോയിട്ടില്ലല്ലോ, അവൻ ഓതിയിട്ടില്ലല്ലോ. ഇത്തരം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മഹാന്മാരെ ധിക്കരിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് വ്യാപകമായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല നാം അവരെ അളക്കേണ്ടത്. പഠിക്കുന്നവരാണോ, പഠിച്ചിട്ടുണ്ടോ, കിതാബ് തിരിയുന്നവരാണോ, കിതാബ് പഠിച്ചിട്ടുണ്ടോ, നാട്ടുകാരനാണോ, ഇതൊന്നുമല്ല മാനദണ്ഡം. മാനദണ്ഡം എന്താ? ബഹുമാനപ്പെട്ട അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ജുനൈദുൽ ബഗ്ദാദി സയ്യിദ് ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാർ, ബഹുമാനമുള്ള ശൈഖുന ആലമിന്റെ ഖുത്ബ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാരഥന്മാർ വളരെ വ്യക്തമായി സൂചിപ്പിച്ച, വളരെ വ്യക്തമായി പറഞ്ഞു പഠിപ്പിച്ച ഒരു തത്വമുണ്ട്. എന്താണ് തത്വം? ഒരാൾ അല്ലാഹുവിന്റെ ആളാണെന്ന് അറിയാനുള്ള മാർഗം എന്താ? ഒരാൾ അല്ലാഹുവിന്റെ ഖലീഫയാണ്, ഒരാൾ അല്ലാഹുവിന്റെ യഥാർത്ഥവാനായ ആളാണ്, പരിശുദ്ധ ദീൻ പകർന്നു കൊടുക്കാൻ അല്ലാഹു നിയോഗിച്ച അയച്ച ആളാണ്, അല്ലാഹുവിന്റെ യഥാർത്ഥമായ ദീനിന്റെ ഖലീഫയാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താവഴിയിൽ, ആ വഴിയിൽ ഹബീബിനെ പിൻപറ്റിക്കൊണ്ട് ലോകത്തേക്ക് ഹിദായത്തിനെ പകർന്നു കൊടുക്കുന്ന യഥാർത്ഥവാനാണ് ഇദ്ദേഹം എന്നതിന് തെളിവെന്താ? എങ്ങനെയാണ് അവനെ മനസ്സിലാക്കേണ്ടത്? അടിസ്ഥാനം എന്താ? ഒരേ ഒരു കാര്യമാണ് അവർ നമ്മെ പഠിപ്പിച്ചത്. അവർ അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ, ആ കൽപ്പനകൾ അനുസരിക്കുന്നിടത്ത് അവരെ നിങ്ങൾ നോക്കൂ, അവരെങ്ങനെയാണെന്ന് നോക്കൂ.